ശാസ്ത്രീയ ഋഗ്വേദ പഠനം ക്ലാസ് 197. നമ്മളിന്ന് നോക്കുന്നത് മണ്ഡലം 1 അഷ്ടകം 2 അനുവാകം 20 തന്നെ. കഴിഞ്ഞാലും നമ്മൾ 20 തന്നെയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതിൽ 137 138 മന്ത്രങ്ങളാണ്. 137 മന്ത്രങ്ങളിൽ കഴിഞ്ഞതിൽ പറഞ്ഞ മിത്രവരുണന്മാരെയാണ് ദേവതകളെങ്കിൽ 138 ഉഷാവാണ് ദേവത. ഉഷാവ് എന്ന് പറഞ്ഞാൽ സൂര്യൻ തന്നെയാണ്, സൂര്യൻ്റെ ഒരു പ്രത്യേക അവസ്ഥയാണ്. അപ്പോൾ 137 ഒന്നിൽ രണ്ട് മന്ത്രങ്ങളാണുള്ളത്. അതിൽ ദേവത മിത്രനും വരുണനുമാണ്. മിത്രവരുണൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മിത്രങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ. അപ്പോൾ അനുകൂല സാഹചര്യം എന്നാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. നമ്മളൊരു യജ്ഞം ചെയ്യുമ്പോൾ അനുകൂല സാഹചര്യത്തിൽ ചെയ്യണം, എങ്കിൽ മാത്രമേ നമ്മുടെ യജ്ഞങ്ങൾ വിജയിക്കുകയുള്ളൂ. ഒരു നെല്ല് നടുന്നുണ്ടെങ്കിൽ അനുകൂലമായ സമയത്ത് നടണം. ആ അനുകൂലമായ സാഹചര്യം ഏതുമായിട്ട് ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്? വരുണനുമായിട്ടാണ് ബന്ധപ്പെട്ട് കിടക്കുന്നത്. വരുണൻ എന്ന് പറഞ്ഞാൽ ഭൂമി സൂര്യന് ചുറ്റും സഞ്ചരിക്കുന്ന ഓർബിറ്റാണ്. ഓർബിറ്റുകളിലെ ശക്തിയാണ് വരുണൻ. ഓർബിറ്റുകളാണ് നമ്മളെ നിയന്ത്രിക്കുന്നത്. ഭൂമി സൂര്യന് ചുറ്റും ഒരു പ്രത്യേക സ്ഥലത്തെത്തുമ്പോഴാണ് മഴ പെയ്യുന്നത്, ഉഷ്ണമുണ്ടാകുന്നത്, തണുപ്പുണ്ടാകുന്നതെല്ലാം. അപ്പോൾ ഓർബിറ്റുകൾ അതിനനുസരിച്ചാണ് ആ ഓർബിറ്റ് ഉള്ളത് കൊണ്ടാണ്, ഇങ്ങനെ എലിപ്റ്റിക്കൽ ഓർബിറ്റ് ഉള്ളത് കൊണ്ടാണ് ഋതുക്കൾ ഉണ്ടായത്, അതുകൊണ്ടാണ് ജീവജാലങ്ങൾ ഉണ്ടായത്. ആ ഗ്രഹങ്ങളുടെ ആ ഓർബിറ്റിലൂടെയുള്ള ചലനമനുസരിച്ചാണ് നമ്മളെ ജീവിതവും മുന്നോട്ടേക്ക് പോകുന്നത്, കാലചക്രം മുന്നോട്ടേക്ക് പോകുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് അനുകൂലമായ സാഹചര്യത്തിൽ നമ്മൾ ഈ യജ്ഞം ചെയ്യണം. അത് കഴിഞ്ഞതിൽ ഞാൻ പറഞ്ഞു, കെമിസ്ട്രി പഠിക്കുമ്പോൾ എപ്പോഴും ഒരു രാസപ്രവർത്തനം നടക്കുന്നതിനെല്ലാം അനുകൂല സാഹചര്യമുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന അണ്ടർ സൂട്ടബിൾ കണ്ടീഷൻസ് ഓഫ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ എന്ന് പറഞ്ഞുകൊണ്ടാണ് കെമിസ്ട്രി പറയുക. കാരണം ടെമ്പറേച്ചറും പ്രഷറും മാറിപ്പോയി കഴിഞ്ഞാൽ നടക്കുന്ന പ്രവർത്തനങ്ങളും മാറിപ്പോകും. നമുക്കറിയാലോ, പ്രഷർ കുക്കറിൽ വെക്കാതെ ചോറിനുള്ള പദം മാതിരിയല്ല പ്രഷർ കുക്കറിൽ വെച്ച് കഴിഞ്ഞാൽ അത് ഹയർ ടെമ്പറേച്ചറിലാണ് വേവുന്നത്. അപ്പോൾ അതിൻ്റെ ടേസ്റ്റും ഗുണത്തിലെല്ലാം വ്യത്യാസം വരുന്നുണ്ട്. അപ്പം പ്രഷറും എല്ലാം മാറുമ്പോൾ അതുപോലെ തന്നെയാണ് അനുകൂല സാഹചര്യങ്ങൾ. നമ്മളൊരു ചെടി നടുമ്പോൾ സീസൺ നോക്കിയിട്ടാണ് നടുന്നത്. അതുപോലെ എല്ലാ കർമ്മങ്ങളും അനുകൂലമായ സാഹചര്യത്തിൽ, ആ സാഹചര്യം ഓർബിറ്റുമായിട്ട് വരുണനുമായിട്ട് ബന്ധിപ്പിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് മന്ത്രം 1ഉം 2ഉം ആ മിത്രവരുണന്മാരെ പറ്റിയാണ് എന്താണ് പറയുന്നതെന്ന് നോക്കാം. 1 എന്താണ് പറയുന്നതെന്ന് നോക്കാം. ഋഗ്വേദം മണ്ഡലം 1 അഷ്ടകം 2 അധ്യായം 2 സൂക്തം 137 1. ഋഷി പരിച്ഛേവൻ, ദേവത മിത്രവരുണൻ, ഛന്ദസ് ശക്വരി. സുഷുമായാദം അദ്രിഭിർ ഗോശ്രീതാമത്സരായി മേ സോമാസോമത്സരായി മേ ആരാജാനദിവിസ്പൃശ അസ്മത്ര ഗന്ധം ഉപനഃ ഇമേവാം മിത്രവരുണ ഗവാശിര സോമാ ശുക്ര ഗവാശിരഃ. മിത്രവരുണന്മാരോട് അപേക്ഷിക്കുന്നു, ഞങ്ങൾ സോമം പിഴിഞ്ഞെടുത്തിരിക്കുന്നു. നിങ്ങൾ രണ്ടുപേരും ഇവിടെ വന്ന് പാല് ചേർത്ത പുഷ്ടിവർദ്ധകമായ ഈ സോമം പാനം ചെയ്യുക. ഞങ്ങളുടെ രക്ഷകർ ആയിരിക്കുക. മിത്രവരുണന്മാരോട് പറയുകയാണ്, നമ്മളിതാ സോമം പിഴിഞ്ഞെടുത്തിരിക്കുന്നു, എനിക്ക് വേണ്ടി സോമം പിഴിഞ്ഞെടുക്കുക. സോമം പിഴിഞ്ഞെടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ശുദ്ധമാക്കിയിട്ട് ഇതാ തയ്യാറാക്കി വെച്ചിരിക്കുന്നു. അനുകൂല സാഹചര്യത്തിൽ നിങ്ങളതിനെ എന്ത് ചെയ്യണം? നമുക്ക് വേണ്ട ഉൽപ്പന്നമായിട്ട് മാറ്റാൻ
സഹായിക്കണം. നിങ്ങൾ രണ്ടുപേരും വന്നിട്ട് പാല് ചേർത്ത് പുഷ്ടിവർദ്ധകമായ സോമം പാനം ചെയ്യുകയും ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്യണം. അതായത് അനുകൂല സാഹചര്യം ഉണ്ടാക്കി തരണം. നമ്മൾ ചെടി നടുകയാണ്, വിത്ത് നടുകയാണ്. നീ കാലാവസ്ഥയോട് പറയുകയാണ്, നീ അനുകൂലമായ സാഹചര്യത്തിലാണ് നമ്മളിത് നട്ടിരിക്കുന്നത്. നീ അവയെ മുളപ്പിച്ചിട്ട് നമ്മളെ ഉദ്ദേശിച്ച ചെടിയെല്ലാം നല്ല ശക്തിയിൽ വളർത്തണം. അതുപോലെ എല്ലാ കാര്യങ്ങളും അനുകൂലമായ സാഹചര്യത്തിൽ നമ്മൾ ചെയ്യണം. അനുകൂലമായ സാഹചര്യത്തിലല്ല, എത്ര സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്താലും അനുകൂലമായ സാഹചര്യത്തിൽ ഗ്രഹങ്ങൾ അനുകൂലമായ സമയത്ത്, അതുകൊണ്ടാണ് കാലവുമായിട്ട് ബന്ധിപ്പിച്ചിട്ടാണ് നമ്മളെ കർമ്മങ്ങളുടെ ഫലം കിട്ടുന്നത്. നമ്മൾ ചെയ്യുന്ന ഫലത്തിന് കർമ്മത്തിന് എപ്പോഴും ഫലമൊന്നും കിട്ടില്ല, കാലുമായിട്ട് ബന്ധിപ്പിച്ച്. അതുകൊണ്ടാണ് അർജുനൻ വലിയ വില്ലാളി വീരനായിരുന്നു, പക്ഷേ പ്രളയ സമയത്ത് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അതെല്ലാം ഗ്രഹങ്ങളെ ചലനവുമായിട്ട്, ആ ഓർബിറ്റുമായിട്ട്, വരുണനുമായിട്ട് ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്. ഇനി 2 ഋഗ്വേദ മണ്ഡലം 1 സൂക്തം 137 2. ഇമ ആയാതം ഇന്ധവ സോമാസോ ദധ്യാശിര സുദാസോ ദധ്യാശിര ഉദവാമുഷസോ ബുധിസാഗം സൂര്യസ്യ രശ്മിഭിഃ സുതോ മിത്രായ വരുണായ പീതയേ ചാരു ഇർദായ പീതയേ. മിത്രാവരുണന്മാരോട് അപേക്ഷിക്കുന്നു, നിങ്ങൾ രണ്ടുപേർക്കുമായി മനുഷ്യർ പശുവിൻ പാൽ കറന്നെടുക്കുന്ന പോലെ സോമം കറന്നെടുത്തിരിക്കുന്നു. ഞങ്ങളുടെ രക്ഷകരായ നിങ്ങൾ സോമം പാനം ചെയ്യുന്നതിനായി ഞങ്ങളുടെ അടുക്കൽ വരേണമേ. ഞങ്ങൾ ഈ സോമരസം നിങ്ങൾക്ക് കുടിക്കുന്നതിനായി ഇടിച്ചു പിടിഞ്ഞെടുത്ത് സൂക്ഷിച്ചു വച്ചിരിക്കുന്നു. ഇവിടെ പറയുകയാണ്, മിത്രവരുണന്മാർക്ക് വേണ്ടിയാണ് മനുഷ്യര് പശുവിൻ പാൽ കറക്കുന്നത് പോലെ ഈ സോമം കറന്നെടുത്ത് വെച്ചിരിക്കുന്നത്. നമ്മളെല്ലാം ചെയ്യുന്നതെല്ലാം മിത്രവരുണന്മാർക്ക്. നമ്മൾ ഇതുവരെ അഗ്നിക്ക്, ഇന്ദ്രന് എന്നെല്ലാം പറയുന്ന പോലെ തന്നെയാണ് ഇവിടെ അനുകൂലമായ സാഹചര്യത്തിലേക്ക്, സാഹചര്യത്തിനനുസരിച്ച് നമ്മൾ കർമ്മങ്ങൾ ആ മിത്രവരുണന്മാർക്ക് അർപ്പിക്കുകയാണ്. ഒരു നെല്ല് നടുമ്പോൾ നമ്മൾ അതിന് യോജിച്ച സമയത്താണ് നടുക, അനുകൂലമായ സാഹചര്യത്തിലാണ് നടുക. അനുകൂലമായ ഓർബിറ്റിൽ ഗ്രഹങ്ങൾ അതിൻ്റെ അനുസരിച്ച്, ഭൂമി നെല്ലെടുന്നതിനെല്ലാം ഓരോ മാസങ്ങളില്ലേ, അല്ലെങ്കിൽ ചെടികൾ നടുന്നതിന് ഓരോന്നിനും ചില പ്രത്യേക മാസങ്ങളുണ്ട്. ഗ്രഹം അവിടെ എത്തുമ്പോഴാണ്, ഓർബിറ്റിൽ എത്തുമ്പോഴാണ്, ഓർബിറ്റ് ആ സ്ഥലത്ത് എത്തുമ്പോഴാണ് നടുന്നത്. അപ്പം നമ്മൾ കറന്നെടുത്ത പോലെ സോമം കറന്നെടുത്തിട്ട് നിനക്ക് അർപ്പിക്കുകയാണ്. നിങ്ങൾ ഞങ്ങളുടെ രക്ഷകരാണ്, നിങ്ങൾ സോമം പാനം ചെയ്യുക, എന്നിട്ട് അതിനായി ഞങ്ങളുടെ അടുത്തേക്ക് വരണേ. അതായത് അനുകൂലമായ സാഹചര്യം നമ്മളുടെ അടുത്തേക്ക് വരണേ. നിങ്ങൾക്ക് കുടിക്കുന്നതിന് വേണ്ടിയാണ് ഇടിച്ചു പിഴിഞ്ഞെടുത്ത് നമ്മളിത് വെച്ചിരിക്കുന്നത്. ആ പറഞ്ഞതിൻ്റെ അർത്ഥം, നമ്മൾ എന്ത് ചെയ്യുമ്പോഴും, ഇപ്പം നമ്മൾ തുണി വാഷിംഗ് മെഷീനിലിട്ട് അടിച്ചാലും എപ്പോഴാണ് വെയിലത്ത് അയലിൽ കൊണ്ടിടുന്നത്, അശയിൽ കൊണ്ടിടുന്നത്? അനുകൂല സാഹചര്യം, മഴയെല്ലാം ഉണ്ട്, മഴ പെയ്യുന്നില്ലേ, നല്ല വെയിൽ വന്നോ, സൂര്യൻ ശരിയായ സ്ഥലത്താണോ നിൽക്കുന്നത്, നല്ല ചൂട് തരുന്ന സ്ഥലത്ത് വരുമ്പോഴാണ് നമ്മൾ കൊണ്ടുപോയിട്ട് തുണി കൊണ്ട് വിരിക്കുക. അപ്പോൾ ഇതെല്ലാം ഗ്രഹങ്ങളുടെ ചലനവുമായിട്ട് ബന്ധിപ്പിച്ചാണ് നമ്മളെ കർമ്മങ്ങൾ പോകുന്ന, അനുകൂലമായ ഓർബിറ്റിൻ്റെ സ്ഥാനത്ത് എത്തുമ്പോൾ. ഇനി നമുക്ക് സൂക്തം 138 എന്താണ് പറയുന്നത് നോക്കാം. ഇവിടെ സൂര്യനാണ് ദേവത, സൂര്യനാണ് നമ്മുടെ എല്ലാ യജ്ഞങ്ങളും. അവിടെ പുഷാബ് എന്ന് പറഞ്ഞിരിക്കുകയാണ്, സൂര്യൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സൂക്തം 138 1 എന്താണ് പറയുന്നതെന്ന് നോക്കാം. ഋഗ്വേദ മണ്ഡലം 1 സൂക്തം 138 1. ഋഷി പരിചേവൻ, ദേവത പൂഷാവ്, ഛന്ദസ് അത്യഷ്ടി. പൂഷൺവിജാതസ്യ ശസ്യതേ മഹിത്വമസി തവസോ ന തന്തദേ ശ്രോത്രമസ്യ ന
തന്തതേ അർച്ചാമി സോമ്നമഹം അന്ത്യുദീമയോ ഭുവം വിശ്വസ്യ യോ മന ആയുയുവേമഖോ ദേവ ആയുയുവേമഖഃ. പൂഷാവ് അത്യധികം മഹത്വമുള്ളവനാണ്. അവൻ്റെ ബലം കുറവുള്ളതല്ല. അവൻ്റെ സ്തോത്രങ്ങൾ എപ്പോഴും ഉയർന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ മംഗളോ ഉദ്ദേശത്തോടുകൂടി അവനെ നമസ്കരിക്കുന്നു. അവൻ എല്ലാവരുടെയും മനസ്സുകളെ ആകർഷിച്ചെടുത്തിരിക്കുന്നു. ഇവിടെ പറയുകയാണ് സൂര്യൻ മഹത്വമുള്ളവനാണ്. സൂര്യൻ മഹത്വമുള്ളവനാണെന്ന് പറയാതെ തന്നെ നമുക്കറിയാം. കാരണം അവൻ്റെ ആ മഹത്വമുള്ളത് കൊണ്ടാണ് ഇവിടെ ജീവജാലങ്ങളെല്ലാം ഉണ്ടാകുന്നതും അല്ലെങ്കിൽ ഇങ്ങനെ നിലനിന്ന് പോകുന്നതും. അതിൻ്റെ ബലം കുറവുള്ളതല്ല, അതിൻ്റെ ശക്തി കുറഞ്ഞതായിട്ട് കാണരുത്. നമ്മൾ സാധാരണ നോക്കുമ്പോൾ ഒരു സാധനം ഇങ്ങനെ പോകുന്നു എന്നതിൽ കവിഞ്ഞ് അതൊന്നുമല്ല. ഈ ലോകത്തെ മുന്നോട്ടേക്ക് നയിക്കുന്ന ശക്തിയുള്ള സാധനമാണ് നമ്മളെ നിയന്ത്രിച്ചുകൊണ്ട് കിഴക്കുതിച്ച് പടിഞ്ഞാറ് അസ്തമിക്കുന്നത്. അവൻ്റെ ബലത്തിന് കുറവൊന്നുമല്ല. അതാണ് ഈ നമ്മളെല്ലാം നിലനിൽപ്പിന് അതിൻ്റെ ശക്തിയാണ്. അതിൽ നിന്നാണ് നമുക്ക് ഊർജം കിട്ടുന്നത്. അവൻ്റെ സ്തോത്രങ്ങൾ എപ്പോഴും ഉയരത്തിൽ ശബ്ദിച്ചു കൊണ്ടിരിക്കും. അവൻ്റെ സ്തോത്രങ്ങൾ എന്ന് പറഞ്ഞാൽ അവനെപ്പറ്റിയുള്ള സയൻസ് തത്വങ്ങൾ ഉയർന്നു നിൽക്കും. അതുണ്ടെങ്കിലേ സയൻസിന് നിലനിൽപ്പുള്ളൂ. സയൻസ് എല്ലാം അതിൽ നിന്ന് തന്നെയാണ് വരുന്നത്. ഋതുക്കൾ അതിൽ നിന്നാണ് വരുന്നത്. ആ ഋതുക്കളെ അനുസരിച്ചാണ് ഇവിടെ ജീവജാലങ്ങളും വെള്ളമെല്ലാം ഉണ്ടായത്. ഇവിടെ ഭൂമിയിൽ വെള്ളമുണ്ടാക്കാൻ ബാഷ്പീകരിച്ച് പിന്നെയും മഴയായി പെയ്പ്പിക്കുന്നു, ഉയർത്തുന്നു, പെയ്യുന്നു. നേരെ അങ്ങ് പോയിരുന്നുവെങ്കിൽ പിന്നെ ഇവിടെ ജീവജാലം ഉണ്ടാവില്ല. അപ്പം എല്ലാം അവൻ്റെ ബലത്തിലാണ്, അവനുമായിട്ട് ബന്ധപ്പെട്ട സയൻസിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് ആ സ്തോത്രങ്ങൾ, അവനുമായിട്ട് ബന്ധപ്പെട്ട ശാസ്ത്രതത്വങ്ങൾ വളരെ ഉയരത്തിലാണ് നിൽക്കുന്നത്. ഞാൻ ഞങ്ങളുടെ മംഗളകാര്യത്തിന് വേണ്ടി അങ്ങയെ സ്മരിക്കുന്നു, നമസ്കരിക്കുന്നു. നമ്മുടെ നന്മയ്ക്ക് വേണ്ടി ഞാൻ അങ്ങയെ നമസ്കരിക്കുന്നു. അപ്പോൾ ആ സൂര്യനെ നമസ്കരിക്കണം. കാരണം നമുക്ക് വേണ്ടതെല്ലാം നൽകുന്നത് ആ സൂര്യനാണ്. അങ്ങനെയുള്ള അങ്ങയെ ഞാൻ നമസ്കരിക്കുന്നു. അവൻ എല്ലാവരുടെയും മനസ്സുകളെ ആകർഷിച്ചെടുത്തിരിക്കുന്നു. നമ്മുടെ എല്ലാ മനസ്സിനെ അതാണ് ആകർഷിച്ചെടുക്കുന്നത്. രാവിലെ അത് അവിടെ എത്തുമ്പോൾ, കിഴക്കുദിക്കാൻ വരുമ്പോൾ പക്ഷികളെല്ലാം മനസ്സിനെ സ്വാധീനിക്കുക. അത് ചിലക്കാൻ തുടങ്ങുന്ന ശബ്ദം ഉണ്ടാക്കിക്കൊണ്ട് പറന്നു പോകും. നമ്മളും ചാടി എണീക്കും, പല കർമ്മങ്ങളിലും പ്രേരിപ്പിക്കും. ഇനി 2 ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 138 2. പ്രഹിത്വാ പൂഷന്നജിരം ന യാമനിസ്തമേഭി കൃണ്വൈർണവോ യഥ മൃധ ഉഷ്ടോന പീപരോ മൃധഃ കുവേയ ത്വാ മയോ ഭുവം ദേവം സഖ്യായ മർത്യഃ അസ്മാകം അങ്കുഷാൻ ദ്യുമ്നീസ്കൃതി വാജേഷു ദുംനിനസ്കൃതി. ശീഘ്രഗാമി മനുഷ്യർക്ക് ഉചിതമായ ദിക്കുകളെ അറിയിക്കുന്നത് പോലെ ഞാൻ പൂഷാവിനെ സ്തോത്രങ്ങളാൽ പ്രേരിപ്പിക്കുന്നു. അതിനാൽ ഞങ്ങളുടെ ശത്രുക്കളെ അകറ്റിത്തരണമേ. ഞാൻ നിങ്ങളെ വിളിക്കുന്നു, എന്നെ യുദ്ധങ്ങളിൽ ശക്തനാക്കൂ. ആ പൂഷാവ് സൂര്യൻ, നമുക്ക് ശീഘ്രഗാമിയായ സൂര്യൻ മനുഷ്യർക്ക് ഉചിതമായ ദിക്കുകളെ അറിയിക്കുന്നു. ഈ ദിക്കുകളെല്ലാം ഉണ്ടായിരിക്കുന്നത് സൂര്യൻ ഉള്ളത് കൊണ്ടാണ്. സൂര്യനെ അടിസ്ഥാനമാക്കിയാണ് നമ്മൾ വടക്ക്, തെക്ക്, കിഴക്ക്, പടിഞ്ഞാറ് എന്നെല്ലാം ദിക്കുകൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അതെല്ലാം സയൻസിൻ്റെ തത്വത്തിലാണ്. സൂര്യനെ വിത്ത് റെസ്പെക്ട് സൂര്യനിലാണ് നമ്മൾ ദിക്കുകളെല്ലാം. സൂര്യൻ്റെ അടിസ്ഥാനത്തിലാണ് ഭൂമി ഉള്ളത്. ഭൂമിയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ ദിക്കുകളെല്ലാം തിരിച്ചു വെച്ചിരിക്കുന്ന അതിൻ്റെ കേന്ദ്രമാരാണ് സൂര്യനാണ്. സൂര്യനും രാശിചക്രത്തിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ദിക്കുകളെല്ലാം ആദ്യം ദിക്കുകളാണ് ഉണ്ടായെന്ന് വേണമെങ്കിൽ പറയാം.
ദിക്കുകൾ ഉണ്ടായിട്ടാണ് സൂര്യനെയെല്ലാം പിന്നെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. അപ്പം ദിക്കുകളും സൂര്യനും എല്ലാം ബന്ധമായി, ദിക്കുകളെ അനുസരിച്ചാണല്ലോ സൂര്യൻ കിഴക്കുദിക്കുന്നു, പടിഞ്ഞാറ് അസ്തമിക്കുന്നു. അതുപോലെ നമുക്ക് ആ ദിക്കുകളുടെ മാഹാത്മ്യം അറിയുന്നത് പോലെ നിങ്ങളെ സ്തോത്രങ്ങളാൽ ഞങ്ങൾ പ്രേരിപ്പിക്കുന്നു. ആ ദിക്കുകളുടെ എല്ലാം പിന്നിലുള്ള ശാസ്ത്രതത്വങ്ങൾ മനസ്സിലാക്കിയിട്ടാണ് ഞാൻ നിങ്ങളെ സ്തുതിക്കുന്നത്. അപ്പം എല്ലാ ശാസ്ത്രങ്ങളും സയൻസുകളും ദിക്കുകളെ അടിസ്ഥാനമാക്കിയിട്ടാണ് പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. നമ്മളൊരു വീടിൻ്റെ പ്ലാന് വരക്കുമ്പോഴും ആദ്യം നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ് ആദ്യം ദിക്ക് അടയാളപ്പെടുത്തും. എന്നിട്ടാണ് എൻജിനീയറിംഗിൽ ഡ്രോയിങ് എല്ലാം വരക്കുക. ഒരു വീട്ടിൻ്റെ പ്ലാനെല്ലാം വരക്കുമ്പോൾ ആദ്യം ദിക്കുകൾ. അപ്പം ദിക്കുകളെ മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചാണ് പിന്നെ ഗ്രഹങ്ങളുടെ ചലനങ്ങളെല്ലാം നമ്മൾ വിലയിരുത്തുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ശാസ്ത്രതത്വങ്ങളെ, സൂര്യനുമായിട്ട് ബന്ധപ്പെട്ട ശാസ്ത്രതത്വങ്ങളാൽ സ്തുതിക്കുന്നത്. അങ്ങനെ നമ്മൾ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ഞങ്ങളുടെ ശത്രുക്കളെ അകറ്റിക്കളയണേ. നമ്മൾ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ നമ്മളെ തടസ്സങ്ങളെ നീയാണ് മാറ്റിക്കളയേണ്ടത്. കാലമാണ് നമ്മുടെ ശത്രുക്കളെ മാറ്റിയിട്ട് നമ്മളെ മുന്നോട്ടേക്ക്, നമ്മളെ നയിക്കുന്നത് സൂര്യനാണ്. അപ്പം നമ്മളെ മുന്നോട്ടേക്ക് നീങ്ങുമ്പോഴും അതിനൊരു എതിർപ്പുണ്ടാവും. എവറി ആക്ഷൻ ദർ ഈസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ്. നമ്മൾ എന്ത് കർമ്മത്തിലും മുന്നോട്ടേക്ക് പോകുമ്പോഴും ഒരു എതിർപ്പിനെ തരണം ചെയ്തുകൊണ്ട് വേണം മുന്നോട്ടേക്ക് പോകാൻ. നമ്മൾ മുന്നോട്ട് പോയാൽ വിജയിക്കുമോ എന്നുള്ളത് ഏതിനെ ആശ്രയിച്ചിരിക്കുന്നത്? സൂര്യൻ നമ്മളെ നയിക്കുന്നത്. സൂര്യൻ തീരുമാനിക്കുകയാണ് നമ്മൾ മുന്നോട്ടേക്ക് പോകണമെന്ന് തീരുമാനിച്ചാൽ ശത്രുക്കളെയെല്ലാം തട്ടി മാറ്റിക്കൊണ്ട് നമ്മൾ മുന്നോട്ടേക്ക് പോകും. ഞാൻ നിങ്ങളെ അതിനാൽ വിളിക്കുന്നു. അവ സ്തുതിച്ചുകൊണ്ട് ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിന് നമ്മൾ യജ്ഞം ചെയ്തിട്ട് സൂര്യന് കാലത്തിനനുസരിച്ച് നമ്മൾ യജ്ഞം ചെയ്യുന്നു. എന്നെ യുദ്ധത്തിൽ ശക്തനാക്കണേ. നമ്മളൊരു യുദ്ധം തന്നെയാണ് നടക്കുന്നത്. നമ്മൾ നടക്കുമ്പോഴും ആ നടക്കുന്നതിന് ഒരു ശക്തി പിടിച്ചു വെക്കുന്നുണ്ട്. ഭൂമി നമ്മളെ പിടിച്ചു വെക്കുന്നുണ്ട്. അതിനെതിരായിട്ടാണ് നമ്മൾ ബലം പ്രയോഗിച്ച് മുന്നോട്ടേക്ക് നടക്കുന്നത്. അപ്പോൾ ആ എതിർപ്പുകളെയെല്ലാം നീ തട്ടി മാറ്റണേ. നമ്മൾ യുദ്ധത്തിൽ നമ്മളെ ശക്തരാക്കണേ. ജീവിതം ഒരു യുദ്ധമാണ്. ഏതൊരു യജ്ഞവും യുദ്ധമാണ്. എവ്രി ആക്ഷൻ ദർ ഈസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. ആക്ഷൻ ദേവന്മാരും റിയാക്ഷൻ അസുരന്മാരും. ആ ഒരു ഏത് പ്രവൃത്തിയും നമ്മൾ ചലിക്കുമ്പോഴും ബലം പ്രയോഗിച്ചിട്ടാണ് ചലിക്കുന്നത്. ഒരു വസ്തുവിന് അതേ സ്ഥലത്ത് നിൽക്കുവാനുള്ള ടെൻഡൻസി ഉണ്ട്. കുറച്ചധികം ന്യൂട്ടൻ്റെ ഫസ്റ്റ് ലോ അത് ഇതെല്ലാം വെച്ച് പറയേണ്ട വിഷയങ്ങളാണിത്. പക്ഷേ ഇത് പലപ്പോഴായി പറഞ്ഞതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് മുന്നോട്ടേക്ക് പോകാം. ഇനി മൂന്നാമത്തേൽ ഋഗ്വേദ മണ്ഡലം 1 സൂക്തം 138-3 യസ്യ തേ പൂഷൻ സഖ്യേ വിപന്യവ കൃത്വാ ചിത്സാന്തോവസാ ബുഭുജ്രിരാ ഇതി കൃത്വാ ബുഭുജ്രിരേ താമനുത്വാ നവീയസീം നിയുതം രായീമഹേ അഹേളമാനാ പുരുഷംസരീഭവ വാജേ വാജേ സരീഭവ. സ്തുതികളിൽ വ്യാപൃതനായ വ്യക്തിക്ക് രക്ഷയെ പ്രാപിക്കാൻ കഴിയട്ടെ. ഞങ്ങൾ ജ്ഞാനത്താൽ സമ്പന്നരായി പുതിയ സ്തോത്രങ്ങൾ വഴിയായി പൂഷാവിൽ നിന്നും അസംഖ്യം ധനത്തെ യാചിക്കുന്നു. നിങ്ങൾ ഞങ്ങളുടെ മേൽ ക്രോധമുള്ളവൻ ആകരുതേ. ഓരോ യുദ്ധത്തിലും ഞങ്ങളുടെ സംരക്ഷകൻ ആയിരിക്കണമേ. സൂര്യനോട് പറയുകയാണ്, സ്തുതികളാൽ വ്യാപ്തമായ വ്യക്തിക്ക്, സ്തുതികൾ ഉപയോഗിച്ച് നീങ്ങുന്ന വ്യക്തിക്ക് രക്ഷയെ പ്രാപിക്കുവാൻ കഴിയട്ടെ. സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ കർമ്മങ്ങൾ ചെയ്യുന്ന വ്യക്തിക്ക് രക്ഷ നേടാൻ കഴിയട്ടെ. നമ്മൾ എന്ത് കർമ്മം ചെയ്യുമ്പോഴും ശാസ്ത്രത്തിൻ്റെ സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്യണം. എങ്കിൽ നമ്മൾ രക്ഷപ്പെടും. ഞങ്ങൾ ജ്ഞാനത്താൽ സമ്പന്നരാകട്ടെ. അതിന് നമുക്ക് എന്താണ് വേണ്ടത്? നമുക്ക് ജ്ഞാനം നൽകുക. ഇതെല്ലാം ശക്തിയാണ് നമുക്ക് ജ്ഞാനം നൽകുന്നത്. നമ്മളെ ജനിപ്പിച്ചിട്ട്
ചെറുതിൽ നിന്ന് കുറേ സ്റ്റെപ്പ് ആകുമ്പോൾ നമ്മൾ ഓരോ ജ്ഞാനവും നേടിക്കൊണ്ട് ഇത് അച്ഛൻ, ഇത് അമ്മ, അതാത്, ഇത് ചക്ക, ഇത് മാങ്ങ എന്നെല്ലാം നമ്മൾ കാലം പോകുന്നതനുസരിച്ച് ഗ്രാജ്വലായിട്ട് നമ്മൾ ജ്ഞാനവും നേടിക്കൊണ്ടുവരികയാണ്. ആ ജ്ഞാനവും സൂര്യൻ തന്നെയാണ് നമുക്ക് നേടിത്തന്നുകൊണ്ട് മുന്നോട്ടേക്ക് നമ്മളെ നയിക്കുന്നത്. പുതിയ സ്തോത്രങ്ങൾ വഴിയായി അപ്പം നമ്മളെ ജ്ഞാനസമ്പന്നരാക്കണം. പുതിയ പുതിയ ശാസ്ത്രതത്വങ്ങൾ നമുക്ക് നേടിത്തന്നുകൊണ്ട് നിങ്ങളിൽ നിന്നും അസംഖ്യം ധനത്തെ യാചിക്കുന്നു. അപ്പം പുതിയ പുതിയ ശാസ്ത്രതത്വങ്ങൾ നമ്മൾ നേടിക്കൊണ്ട് കാലം നമ്മളെ മുന്നോട്ടേക്ക് നയിക്കുമ്പോൾ, സൂര്യൻ നമ്മളെ മുന്നോട്ടേക്ക് നയിക്കുമ്പോൾ പുതിയ പുതിയ ശാസ്ത്രതത്വങ്ങൾ, അങ്ങനെയാണ് ലോകം പുരോഗമിക്കുന്നത്, ഇന്നത്തെ അവസ്ഥയിലെത്തിയത്. പുതിയ പുതിയ ശാസ്ത്രതത്വങ്ങൾ, സ്തോത്രങ്ങൾ വഴിയായി ഞങ്ങൾ അസംഖ്യം ധനത്തെ നേടട്ടെ. നമ്മൾ ഇന്ന് വളരെ വലിയ ധനം നേടിക്കൊണ്ട്, ധനം എന്ന് പറഞ്ഞാൽ പുതിയ പുതിയ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുക. ലോകം അങ്ങനെ പുരോഗമിക്കുകയാണ്. അതാണ് ധനം നേടുക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. എങ്ങനെയാണ്? ശാസ്ത്രത്തിൻ്റെ സഹായത്താൽ. ഈ ശാസ്ത്രമെല്ലാം ആ സൂര്യനാണ് നമ്മളെ നയിച്ചുകൊണ്ട്, കാലത്തിനനുസരിച്ച് നമ്മളിൽ ജ്ഞാനം നിറച്ചുകൊണ്ട് നമ്മളെ മുന്നോട്ടേക്ക് നയിക്കുന്നത്. നിങ്ങൾ നമ്മളുടെ മേൽ ക്രോധമുണ്ടാക്കരുതേ. നിങ്ങളുടെ ക്രോധം നമ്മുടെ മേലുണ്ടാകരുത്. സൂര്യൻ ചിലപ്പം കോപിക്കുകയും ചെയ്യും. ചില സമയങ്ങളിൽ മഴയൊന്നും പെയ്യില്ല. മഴ പെയ്യിക്കുന്നതും സൂര്യനാണ്. ഇവിടുത്തെ വെള്ളം മുകളിലോട്ടൊക്കെ കൊണ്ടുപോയിട്ട് വേറൊരു സമയത്തുമ്പോൾ മഴയായിട്ട് പെയ്യിപ്പിക്കും. പെയ്യിപ്പിച്ചിട്ടില്ലെങ്കിലോ ആ സ്ഥലം മുഴുവൻ നശിച്ച് നദികളെല്ലാം വറ്റി വരണ്ട് പീഡിപ്പിക്കുകയും ചെയ്യും. അതുകൊണ്ട് ആ ക്രോധം നമ്മളിൽ ഉണ്ടാക്കരുതേ. അതും ആ ശക്തി തന്നെ ചെയ്യും. ഓരോ യുദ്ധത്തിലും നമ്മളെ സംരക്ഷകരാകണേ. നമ്മളെ ഒരു വലിയ യുദ്ധമാണ് ജീവിതം എന്ന് പറയുന്നത്. ഒരു യുദ്ധമാണ്. ജീവിക്കുക എന്നത് പറഞ്ഞത് ഏറ്റുമുട്ടലിലൂടെയാണ്. ഒരു കസേലയിൽ നിന്ന് എഴുന്നേൽക്കണ്ടെങ്കിലും നമ്മൾ ബലം പ്രയോഗിച്ചേ പറ്റുള്ളൂ. കാരണം ഒരു ശക്തി പിടിച്ചു വെക്കുകയാണ് കസേലയിൽ തന്നെ. എണീക്കണ്ട എന്നും പറഞ്ഞു. അപ്പം നമ്മൾ ശക്തി ഉപയോഗിച്ചിട്ടാണ് എണീക്കുന്നത്. ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ലെങ്കിൽ എണീക്കാനും പറ്റില്ല. അപ്പോൾ ആ ഒരു എതിർപ്പ് നമ്മളെ പിടിച്ചു വെക്കുന്നുണ്ട്, എണീക്കണ്ട എന്ന് പറയുന്നത്. അതാണ് എവറി ആക്ഷൻ ദർ ഈസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. രജോ ഗുണവും തമോ ഗുണവും. അപ്പോൾ എല്ലാ യുദ്ധത്തിലും നീ നമ്മളെ രക്ഷിക്കണേ, സംരക്ഷിക്കണേ. ഇനി 4 ഋഗ്വേദ മണ്ഡലം 1 സൂക്തം 138 4 അസ്യ ഊഷൂണ ഉപ സാധയേ ഭുവോ ഹേളമാനോരരിവാം അജാശ്വശ്രവസ്യതാമജാശ്വ ഓഷു ത്വവൃതീമഹി സ്തോമേഭിർദസ്മസാധുഭിഃ നഹി ത്വാ പൂഷന്നതിമന്യ ആഘൃണേന തേ സഖ്യം അഭക്നുവേ. അജാശ്വനോട് അപേക്ഷിക്കുന്നു, നീ ദാനത്തിനായി ക്രോധരഹിതനായി ഇവിടെ വരേണമേ. ഞങ്ങൾ യജ്ഞത്തെ ആഗ്രഹിക്കുന്നു. ഞങ്ങൾ നിന്നെ അനാദരിക്കുകയില്ല, അങ്ങയുടെ മിത്രഭാവത്തെ ഉപേക്ഷിക്കുകയുമില്ല. അത്ഭുതകർമാവായ നീ ഞങ്ങളുടെ സ്തോത്രങ്ങൾ ശ്രദ്ധിച്ചാലും. ഹേ അജാശ്വ എന്ന് പറയുകയാണ്. അത് ബലവാനായ ശക്തിശാലിയായ അല്ലയോ ഉഷാവേ, സൂര്യഭഗവാനെ, നീ ദാനത്തിനായി ക്രോധരഹിതനായിട്ട് വരണേ. നമുക്ക് ദാനം നൽകാൻ ഒരു കോപവും ഇല്ലാതെ നമ്മുടെ അടുത്തേക്ക് വരണേ. സൂര്യനോട് പറയാൻ, സൂര്യൻ കോപിച്ചു കഴിഞ്ഞാൽ നമ്മളെ കാര്യങ്ങളെല്ലാം പോക്ക്. അതുകൊണ്ട് ക്രോധമൊന്നും ഇല്ലാതെ നമ്മളെ നമുക്ക് ദാനം നൽകുവാൻ, നമുക്ക് വേണ്ടതെല്ലാം നേടിത്തരുവാൻ നമ്മളെ കൂടെ വരണേ. ഞങ്ങൾ യജ്ഞം ആഗ്രഹിക്കുന്നു. എങ്ങനെയാണ് നമ്മൾ ധനം നേടുന്നത്? ഈ ധനം നൽകേണ്ടത് എപ്പോഴാണ്? നമ്മൾ യജ്ഞത്തെ ആഗ്രഹിക്കുന്നു. നമ്മൾ കർമ്മം ചെയ്യാൻ തയ്യാറായി നിൽക്കുകയാണ്. യജ്ഞം ചെയ്യാൻ, കർമ്മം ചെയ്യാൻ തയ്യാറാണ്. നമ്മൾ അധ്വാനിക്കാൻ തയ്യാറായി നിൽക്കുകയാണ്. നീ നമ്മളെ കൂടെ വരണേ. നമ്മൾ അധ്വാനത്തിന് തടസ്സമായി നിൽക്കരുത്. ചിലപ്പം തടസ്സമായി നിൽക്കും. നമ്മൾ നെല്ലെല്ലാം നടാമെന്ന് വെച്ചിട്ട് കളച്ച് എല്ലാം നെല്ലെല്ലാം നടുമ്പോഴേക്ക് ഭയങ്കരം വരൾച്ച, മഴയും പെയ്യൂല, ഒന്നുമില്ലാതെ ആയിപ്പോയാൽ എല്ലാം നശിച്ചു പോകും. അതുകൊണ്ട് നീ ക്രോധമൊന്നുമില്ലാതെ നമ്മളെ സഹായിക്കുന്ന തരത്തിൽ വരണേ. എങ്ങനാ? ഞങ്ങൾ നിന്നെ അനാദരിക്കുകയില്ല. സൂര്യനെ നമ്മളെ അനാദരിക്കുകയില്ല.
അതുകൊണ്ട് നമ്മുടെ കൂടെ നിൽക്കണം നമ്മളെ യജ്ഞം ചെയ്യുമ്പോൾ. അങ്ങയുടെ മിത്രഭാവത്തെ ഉപേക്ഷിക്കുകയില്ല. ഞാൻ നിന്നെ മിത്രമായിട്ട് കണ്ടുകൊണ്ടാണ് നിന്നെ സമീപിക്കുന്നത്. മിത്രഭാവത്തിൽ, അതാണ് മിത്രവരുണൻ, മിത്രൻ. അനുകൂലമായ നിന്നെ മിത്രമായിട്ട് നമ്മൾ കാണുകയാണ്. അപ്പം നീ അനുകൂലമായ സാഹചര്യം നമുക്ക് ഉണ്ടാക്കി തരണം, നമ്മുടെ യജ്ഞത്തിന് സഹായിക്കണം. അത്ഭുത കർമാവായ നീ അത്ഭുത കർമ്മങ്ങളെല്ലാം സാധിപ്പിച്ചു തരും. ഞാൻ നെല്ല് നട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ നല്ല ഫലം ഉണ്ടാക്കി തരും, നല്ല സീസൺസിലൂടെ, ചിലപ്പോൾ കരിച്ചും തരും. അപ്പം അത്ഭുത കർമാവായ നീ ഞങ്ങളുടെ സ്തോത്രങ്ങൾ ശ്രവിച്ചാലും, നമ്മൾ എന്ത് ചെയ്യാണ്? ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ, വേദമന്ത്രങ്ങളുടെ അടിസ്ഥാനത്തിൽ, വേദത്തിൽ സയൻസാണുള്ളത്, നമുക്ക് മനസ്സിലായിട്ടില്ല. അപ്പം സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ യജ്ഞങ്ങൾ ചെയ്യുമ്പോൾ നീ നമ്മളെ മിത്രമായിക്കൊണ്ട് നമ്മുടെ കൂടെ വന്ന് നമുക്ക് ധനം നൽകാൻ സഹായിക്കണേ. നമ്മുടെ തടസ്സങ്ങൾ, ശത്രുക്കളെ ഇല്ലാതാക്കണേ. നമുക്ക് പുരോഗതി ഉണ്ടാക്കിത്തരണേ. അതിനുള്ള ജ്ഞാനമെല്ലാം നമുക്ക് കാലത്തിനനുസരിച്ച്, കാലം കഴിയുന്നതനുസരിച്ച് പുതിയ പുതിയ ജ്ഞാനങ്ങൾ നമുക്ക് നേടി തരണേ.